ആട്രിയം, വെൻട്രിക്കിൾ എന്നീ ഹൃദയ അറകളുടെ സ്പന്ദനങ്ങൾക്കനുസരിച്ചാണ് രക്തപ്രവാഹം നടക്കുന്നത്. ഹൃദയ അറകൾ സങ്കോചിക്കുന്നതിനെ സിസ്റ്റളി എന്നും വികാസത്തിനെ ഡയാസ്റ്റളി എന്നും പറയുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ തീർന്നു പോയ രക്തം, സുപ്പീരിയർ വീന കാവ ആൻഡ് ഇൻഫീരിയർ വീന കാവ, മലയാളത്തിൽ ഊർധ്വമഹാസിര, അധോമഹാസിര എന്നിങ്ങനെ അറിയപ്പെടുന്ന മഹാസിരകൾ വഴി വലത് ആട്രിയത്തിൽ എത്തുന്നു. തുടർന്ന് വലത് വെൻട്രിക്കിളിലും അവിടെ നിന്ന് ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി വഴി 2 ശ്വാസകോശങ്ങളിലേക്കും എത്തുന്നു. ആട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്ക് പ്രവേശിക്കുന്ന രക്തം തിരികെ പോകാതെ ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ് എന്നീ വാൽവുകളാണ് നിയന്ത്രിക്കുന്നത്. ശ്വാസകോശ ധമനിയിലെയും മഹാധമനിയിലേക്കും കടക്കുന്ന രക്തം തിരികെ വരാതെ നിലനിർത്തുന്നത് സെമി ലൂണാർ വാൽവുകളാണ്. ഇടത് വലത് ആട്രിയങ്ങളുടെ സങ്കോച സമയത്ത് രക്തം താഴെ വെൻട്രിക്കിളുകളിലേക്ക് ഇറങ്ങുന്നു. വെൻട്രിക്കിളുകളുടെ സങ്കോച സമയത്ത് ഒരേ സമയം വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും രക്തപ്രവാഹം ഉണ്ടാകുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്നും മഹാധമനി അഥവാ അയോർട്ട വഴി പുറത്തു കടക്കുന്ന രക്തം ധമനികൾ അഥവാ ആർട്ടറികൾ ആയി വഴി പിരിയുകയും പിന്നീട് സിരകളായി തിരിച്ച് ഹൃദയത്തിൽ തന്നെ പ്രവേശിക്കുകയും ചെയ്യുന്നു. രക്തത്തിന്റെ ഈ പ്രവാഹത്തെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലെത്തുന്ന രക്തം ചെറിയ വായു കുമിളകളായ ആൽവിയോളകളിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഹൃദയം രക്തശുദ്ധീകരണം നടത്തുന്ന ഒരു അവയവമല്ല, അതൊരു പമ്പിംഗ് സ്റ്റേഷൻ മാത്രമാണ്. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരികെയുമുള്ള രക്തപ്രവാഹമാണ് പൾമണറി സർക്കുലേഷൻ.